വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഹെൽത്തി ടോക്ക് സീരീസിൻ്റെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ യോഗ ആൻഡ് എക്സസൈസ്. അതായത് നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഏതാണ് ബെറ്റർ, അതൊരു തീർത്താൽ തീരാത്തൊരു കൺഫ്യൂഷനാണ് നമ്മളുടെ ഇടയിൽ. ഇതിലേത് ചെയ്യുന്നതാണ് ബെറ്റർ, പെട്ടെന്ന് ബെനിഫിറ്റ് കിട്ടുന്നത് ഏതാണ്, അതാണ് നമ്മുടെ വീഡിയോയിൽ ഇന്നത്തെ ടോപ്പിക്. അതായത് ഇതെല്ലാം ഡിപ്പെൻഡ്സ് അപ്പോൺ അസ് ആണ്. അതായത് നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ടാണ് ഏതാ ബെറ്റർ. അത് നമ്മുടെ ഒരു ആവശ്യം, പെട്ടെന്ന് വെയിറ്റ് കുറയണമെന്നാണെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് കുറയണമെന്നാണ് എക്സസൈസ്, നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കണമെങ്കിൽ യോഗ, അങ്ങനെ ഡിഫറെൻ്റ് ആണ് ഇതിൻ്റെ രണ്ടിൻ്റെയും പർപ്പസ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ യോഗ എന്താണെന്നും എക്സസൈസ് എന്താണെന്നും ഓരോന്നിൻ്റെയും ബെനിഫിറ്റ്സ് എന്താണെന്നും അതിലെന്തൊക്കെ കമ്പോണൻസ് ഉണ്ടെന്നും അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചിലവർ യോഗ ചെയ്യുന്നവർ പറയും നമ്മളുടെ മൈൻഡൊന്നും വെയിറ്റ് മാനേജ്മെൻറ്റ് മാത്രം പോരാ, നമ്മുടെ മൈൻഡൊന്ന് റിലാക്സ് ആക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ യോഗ ചെയ്യുന്നത്, അത് എക്സസൈസിൽ നിന്ന് കിട്ടില്ലല്ലോ എന്ന് പറയും. എക്സസൈസ് ചെയ്യുന്നവർ പറയും നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, നമ്മൾ സ്വെറ്റ് ആയാലേ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഏതാണ് ഇതിൽ ബെറ്റർ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ യോഗ എന്താണെന്ന് നോക്കാം. The word yoga means union or connection, the connection between individual consciousness and universal consciousness. അതായത് യോഗ എന്ന് പറഞ്ഞ വേർഡ് എന്തിനാണ് വന്നിരിക്കുന്നത്, അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ യൂണിയൻ ഓർ കണക്ഷൻ എന്നാണ്. എന്തുമായിട്ടുള്ള കണക്ഷൻ, നമ്മുടെ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്സും യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സുമായിട്ടുള്ള ഒരു കണക്ഷനെയാണ് യോഗ എന്ന് പറയുക. യോഗ എന്ന് പറഞ്ഞാൽ ഒരു ഹോളിസ്റ്റിക് ഡിസിപ്ലിനാണ്. നമ്മുടെ പണ്ടത്തെ നമ്മുടെ ഏൻഷ്യൻ ഇന്ത്യയിൽ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹോളിസ്റ്റിക് ഡിസിപ്ലിനാണ്. എന്ത് അച്ചീവ് ചെയ്യാനായിട്ട്, ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ പ്രാക്ടീസസ്. നമ്മുടെ ബോഡിക്കും മൈൻഡിനും വേണ്ടിയിട്ടുള്ളൊരു ഫിസിക്കൽ, സ്പിരിച്വൽ, മെൻ്റൽ പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് ഈ ഹോളിസ്റ്റിക് ഡിസിപ്ലിൻ അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് യോഗയിൽ എന്തൊക്കെ കമ്പോണൻസ് ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് കമ്പോണൻറ്റ് ഫിസിക്കൽ പോസ്റ്റേഴ്സ്. ഈ ഫിസിക്കൽ പോസ്റ്റേഴ്സ് ചെയ്യുന്നത് തന്നെ നമ്മുടെ ബോഡിക്കൊരു പോസ്റ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലാണ് നമ്മുടെ വെയിറ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഒക്കെ ഈ കമ്പോണൻറ്റിനാണ് ഉള്ളത്. അതായത് പല ടൈപ്പ് ആസനാസ് യോഗ ചെയ്യുന്നവർക്കറിയായിരിക്കും, പല ടൈപ്പ് ആസനാസ്. ഇതിലൂടെ നമുക്ക് എക്സസൈസ് ആയിട്ടുള്ള വെയിറ്റ്, നമ്മുടെ തൈസിൽ, നമ്മുടെ സ്റ്റൊമക്ക് ഒക്കെയുള്ള വെയിറ്റ് ഒക്കെ മാറും ഈ ആസനാസ് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ. സെക്കൻഡ് വൺ ഈസ് ബ്രീത്തിങ് എക്സസൈസസ്. നമുക്ക് ബ്രീത്തിങ്ങിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ബ്രീത്തിങ് എക്സസൈസ് കൊണ്ട് അതും റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് മെഡിറ്റേഷനിലാണ് നമ്മളൊരു നമ്മൾ യോഗ ഫുള്ളും ഒരു കാം ക്വയറ്റ് പ്ലേസിലാട്ടോ ചെയ്യേണ്ടത്. അതിലാണ് മെഡിറ്റേഷനിലാണ് നമ്മൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്ത് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നത്. പിന്നെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. ഈ പ്രിൻസിപ്പിൾസിലാണ് യോഗ നമ്മൾ ചെയ്യണ കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറും എന്നൊക്കെ ഈ പ്രിൻസിപ്പിൾസിലാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഫിലോസഫിക്കൽ ടീച്ചിങ്സ്. ഇതും ഏകദേശം നമ്മുടെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് പോലെ തന്നെ മറ്റുള്ളവരോട് എങ്ങനെ ഇടപെടണം, അതാണ് യോഗാചാര്യന്മാരുടെയൊക്കെ സംസാരമൊക്കെ അങ്ങനെ നമ്മളെക്കാൾ ഒരു ശൈലിയുള്ള സംസാരങ്ങളായിരിക്കും. അത് അവർക്ക് യോഗ ചെയ്യുന്നതിലൂടെ കിട്ടുന്നതാണ്. അതിലൊരു കമ്പോണൻ്റാണ് ഈ പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഇതൊക്കെയാണ് യോഗയുടെ കമ്പോണൻസ്. ഇതിലൂടെ ഈ കമ്പോണൻസിൽ ഓരോ കമ്പോണൻറ്റിനും ഓരോ അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് പലർക്കും അറിയായിരിക്കും. ഫിസിക്കൽ പോസ്റ്റേഴ്സ് വഴി വെയിറ്റ് മാനേജ്മെൻറ്റ്, ബ്രീത്തിങ് മെഡിറ്റേഷൻ വഴി നമ്മുടെ ബ്രീത്തിങ് ശരിയാക്കും, അങ്ങനെ. ഇനി നമുക്കിതിൻ്റെ നമ്മുടെ യോഗയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഫസ്റ്റ് അഡ്വാൻറ്റേജസ് ഈസ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്ട്രെങ്ത്. അതായത് നമുക്കൊരു ഫ്ലെക്സിബിൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വെയിറ്റ് മാനേജ്മെൻറ്റും നമ്മുടെ സ്ട്രെങ്ത് ഒക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യോഗ ചെയ്യും. ദെൻ എൻഹാൻസ് ബാലൻസ് ആൻഡ് പോസ്ചർ. അതായത് നമ്മളൊരു ഫസ്റ്റ് ടൈം നമ്മൾ യോഗ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് നമുക്ക് ഒറ്റ കാലിൽ നിൽക്കാനൊന്നും പറ്റില്ല. അതൊക്കെ ഒരു കോൺസെൻട്രേഷൻ വഴിയിട്ടാണ് നമുക്ക് ലാസ്റ്റ് ആ ബാലൻസ് കിട്ടുക, അങ്ങനെ ആ പോസ്ചറിൽ നിൽക്കാനുള്ള ബാലൻസ് കിട്ടുക. ആ കോൺസെൻട്രേഷൻ കൂട്ടും. അതായത് ഓരോ ദിവസം ചെയ്യുന്നതോറും നമ്മുടെ ആ ബാലൻസ് കൂടുകയാണെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷനും കൂടി എന്നാണ് അർത്ഥം. ദെൻ ദ തേർഡ് വൺ ഈസ് പ്രൊമോട്ട്സ് റിലാക്സേഷൻ ആൻഡ് റെഡ്യൂസ് സ്ട്രെസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യോഗ ചെയ്യുന്നത് ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആയിരിക്കും. അതുവഴി തന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവും, നമുക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് കുറയുകയും ചെയ്യും. ഇൻക്രീസസ് ബോഡി അവയർനെസ്. നമുക്ക് ബോഡിയോട് കുറച്ചും കൂടി അവെയർ ആവും, കാര്യം നമ്മുടെ ബോഡിയാണ്, നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളൊരു ബോധം നമുക്ക് വരും. എയ്ഡ്സ് ഇൻ വെയിറ്റ് മാനേജ്മെന്റ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആസനാസ്
പോസ്റ്റേഴ്സ് ചെയ്യുന്ന വഴി നമുക്ക് വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ ഇമ്പ്രൂവ് ആക്കാൻ പറ്റും. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് ചെയ്യും. അതാണ് ഏറ്റവും മെയിൻ അഡ്വാൻറ്റേജ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ മെൻ്റൽ ഹെൽത്താണ് യോഗ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആ യോഗ ചെയ്യുന്ന കുറച്ച് നേരം നമ്മളെല്ലാ സ്ട്രെസ്സിൽ നിന്നൊക്കെ റിലീഫായിട്ട് ഇങ്ങനെ ഇരിക്കും. അത് തന്നെ നമ്മൾ മെൻ്റലി നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ എൻകറേജ് സെൽഫ് കെയർ ആൻഡ് മൈൻഡ്ഫുൾനെസ്. നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സെൽഫ് കെയർ, നമ്മളെപ്പറ്റി നമ്മൾക്ക് എന്തൊക്കെ ചെയ്യണം, നമ്മുടെ മൈൻഡിനും ബോഡിക്കും വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ള ഒരു മൈൻഡ് നമുക്ക് കിട്ടും. ക്യാൻ ബി അഡാപ്റ്റഡ് ഫോർ ഓൾ ഫിറ്റ്നസ് ലെവൽസ്. ഏത് ഫിറ്റ്നസ് ലെവലിലുള്ളവരായിരിക്കും, കുറച്ച് തടിയുള്ളവർ, തടി അത്രയ്ക്കില്ലാത്തവർ, അവർക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടീസാണ് യോഗ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡ് ഹീറോ എക്സസൈസ് ആണ്. അപ്പോൾ നമുക്കിനി എക്സസൈസ് എന്താണെന്ന് നോക്കാം. Exercises are physical activities or movements performed to improve or maintain physical fitness and overall health. അതായത് നമ്മൾ ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസ്, വർക്കൗട്ട്സ് എന്നും പറയാം, മൂവ്മെൻറ്റ്സ്, എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സിനും ഓവറോൾ ഹെൽത്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനും നമ്മൾ ചെയ്യുന്ന മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിനെ പറയുന്ന പേരാണ് എക്സസൈസസ്. ദ പർപ്പസ് ഓഫ് എക്സസൈസസ് ക്യാൻ വേരി വൈഡ്ലി. അതായത് ഓരോരുത്തരും പർപ്പസ്, എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടിട്ട് ഓരോരുത്തരും പർപ്പസ് വേറെയാണ്. അവരവരുടെ ആവശ്യം അനുസരിച്ചാണ് നമുക്ക് എക്സസൈസ് ചെയ്യുക. ഓരോ ആവശ്യങ്ങൾക്കും ഓരോ ടൈപ്പ് എക്സസൈസ് ഉണ്ടാവും. അതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എക്സസൈസ് ഇത്രേ ഉള്ളൂ. നമ്മൾ നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സിനും സ്ട്രെങ്ത് ഏൺ ചെയ്യാനും ഒക്കെ നമ്മൾ ചെയ്യുന്ന മൂവ്മെൻറ്റ്സിനെയാണ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസിനെയാണ് എക്സസൈസ് എന്ന് പറയാം. ഈ എക്സസൈസ് തന്നെ പല ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് ടൈപ്പാണ് കാർഡിയോ വസ്കുലാർ എക്സസൈസസ്. ഈ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് റേറ്റ് ഇമ്പ്രൂവ് ആക്കാനും നമ്മുടെ കാർഡിയോ വസ്കുലാർ എൻഡ്യൂറൻസ് ഒക്കെ ഇമ്പ്രൂവ് ആക്കാനും വേണ്ടിയിട്ട് ചെയ്യുന്ന എക്സസൈസാണ് കാർഡിയോ വസ്കുലാർ എക്സസൈസസ്. അതായത് റണ്ണിങ്, സൈക്ലിംഗ്, സ്വിമ്മിങ്, എയറോബിക്സ്, അതൊക്കെ നമ്മുടെ ഹാർട്ട് ഹെൽത്തിനൊക്കെ വളരെ നല്ല രീതിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കുന്ന എക്സസൈസാണ് കാർഡിയോ വസ്കുലാർ എക്സസൈസ്. സെക്കൻഡ് എക്സസൈസ് ഈസ് സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസസ്. അതായത് നമ്മുടെ മസിൽ ബിൽഡ് ചെയ്യാനായിട്ട്, മസിൽ സ്ട്രെങ്ത് കൂട്ടാനും മസിൽ ബിൽഡ് ചെയ്യാനൊക്കെ ചെയ്യുന്ന എക്സസൈസാണ് സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസ്. അതായത് വെയ്റ്റ് ലിഫ്റ്റിംഗ് ഒക്കെ. ദെൻ തേർഡ് വൺ ഈസ് ഫ്ലെക്സിബിലിറ്റി എക്സസൈസസ്. അതായത് നമ്മുടെ പോസ്ചർ, നമ്മുടെ ഷേപ്പൊക്കെ ഒന്നും മാറാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എക്സസൈസാണ് ഫ്ലെക്സിബിലിറ്റി എക്സസൈസ്. അതായത് ഈ സ്ട്രെച്ചിങ്, നല്ല സ്ട്രെച്ചിങ് ഒക്കെ ഉള്ള ടൈപ്പ് എക്സസൈസാണ് ഫ്ലെക്സിബിലിറ്റി എക്സസൈസ്. അത് കഴിഞ്ഞിട്ടാണ് ബാലൻസ് എക്സസൈസ്. ബാലൻസ് എക്സസൈസ് എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലെഗിനൊക്കെ ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഒറ്റ കാലിലൊക്കെ നിൽക്കാൻ പറ്റും. ഈ ഡാൻസ് ഒക്കെ ചെയ്യുന്നവരാണ് അങ്ങനത്തെ എക്സസൈസ് ഒക്കെ ചെയ്യുന്നതല്ല, ഒറ്റ കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട്, പിന്നെ നമുക്കൊരു കോർഡിനേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഒക്കെ ചെയ്യുന്നതാണ് ബാലൻസ് എക്സസൈസ്. കോർ എക്സസൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സാധാരണ നമ്മൾ യൂട്യൂബിലൊക്കെ എക്സസൈസ് കാണുമ്പോൾ കാണുന്ന എക്സസൈസാണ് പ്ലാങ്ക്, ബ്രിഡ്ജസ്. അതാണ് കോർ എക്സസൈസ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ പോസ്ചർ ഇമ്പ്രൂവ് ആവാനും നമ്മുടെ ബാക്ക് പെയിൻ കുറയ്ക്കാനും നമ്മുടെ ഫങ്ഷണൽ മൂവ്മെൻ്റൊക്കെ ഇമ്പ്രൂവ് ആക്കാനുമാണ് കോർ എക്സസൈസ് നമ്മൾ ചെയ്യാം. പിന്നെ മൈൻഡ് ബോഡി എക്സസൈസ്. ഇതിലൊരു ടൈപ്പിൽ യോഗയും വരുന്നുണ്ട്. യോഗയും അങ്ങനെ ഒരു ടൈപ്പ് എക്സസൈസ് ആണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഗൂഗിൾ അങ്ങനെ പറയുന്നുണ്ട്, യോഗ ഈ ഒരു ടൈപ്പ് എക്സസൈസ് ആണെന്ന് പറയുന്നുണ്ട്. കാര്യം നമ്മുടെ മൈൻഡും കൂടി റീഫ്രഷ് ആക്കുന്ന എക്സസൈസസ്, സ്ട്രെസ്സൊക്കെ കുറക്കാനും. പൈലേറ്റ്സ്, ടൈച്ചി, അതൊക്കെ ഇതിൻ്റെ ഒരു എക്സാമ്പിൾസ് ആണ്. ദെൻ റീഹാബിലിറ്റേറ്റീവ് എക്സസൈസസ്. അതായത് ഇത് കൂടുതലും നമ്മുടെ സ്ട്രെങ്ത്ത് റീസ്റ്റോർ ചെയ്യാനും നമ്മുടെ മൊബിലിറ്റിക്കും നമുക്ക്, അതായത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് പറയുന്ന എക്സസൈസ് അതാണ് റീഹാബിലിറ്റേറ്റീവ് എക്സസൈസ്. അതായത് ദീസ് എക്സസൈസ് ആർ പ്രിസ്ക്രൈബ്ഡ് ബൈ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ടു എയ്ഡ് ഇൻ റിക്കവറി ഫ്രം ഇഞ്ചുറീസ് ഓർ സർജറീസ്. വല്ല ഇഞ്ചുറിയും സർജറിയുടെയൊക്കെ പെയിനൊക്കെ മാറാനായിട്ട് നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രെയിനീസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പറയുന്ന ടൈപ്പ് എക്സസൈസ് ആണ് നമ്മുടെ റീഹാബിലിറ്റേറ്റീവ് എക്സസൈസസ്. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് എക്സസൈസ്. നമുക്ക് എന്താണോ ആവശ്യം, നമ്മുടെ നീഡ് അനുസരിച്ച് ഏത് ടൈപ്പ് എക്സസൈസ് വേണമെന്ന് നമുക്ക് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും.
cardiovascular, strength training, flexibility, balance, core, mind body and rehabilitative. ഇത്രയും ടൈപ്പ് എക്സസൈസ് ആണ് ഉള്ളത്. ഇനി ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് അഡ്വാൻറ്റേജസ് ഈസ് ഇംപ്രൂവ്സ് കാർഡിയോവസ്കുലർ ഹെൽത്ത്. ഓരോ അഡ്വാൻറ്റേജസ് പറയുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും അത് ഏതൊക്കെ ടൈപ്പിലെ എക്സസൈസിൽ വരുന്ന അഡ്വാൻറ്റേജസ് ആണ്. നമ്മുടെ കാർഡിയോവസ്കുലർ ഹെൽത്തിന് വരുന്ന അതുകൊണ്ടിട്ട് അങ്ങനത്തെ ആക്ടിവിറ്റി ഫസ്റ്റ് ടൈപ്പ് ഓഫ് എക്സസൈസിൽ വരുന്ന എക്സസൈസ് കൊണ്ട് കിട്ടുന്ന അഡ്വാൻറ്റേജസ് ആണ് ഇംപ്രൂവ്സ് കാർഡിയോവസ്കുലർ ഹെൽത്ത്. നെക്സ്റ്റ് ഈസ് എൻഹാൻസസ് മസ്കുലർ സ്ട്രെങ്ത്. അതായത് നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസ് ചെയ്താൽ നമുക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. ദെൻ പ്രൊമോട്ട്സ് വെയിറ്റ് മാനേജ്മെൻറ്റ്. നമ്മുടെ വെയിറ്റ് കുറക്കാൻ ഒരു ബാലൻസ് വിട്ട് നമ്മുടെ വെയിറ്റ് കൂടില്ല. നമ്മൾ വർക്കൗട്ട് സ്ഥിരം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എത്ര ഫുഡ് കഴിച്ചാലും ഒരു ലിമിറ്റ് വിട്ട് നമുക്കൊരിക്കലും വെയിറ്റ് കൂടാൻ ചാൻസ് ഇല്ല. ദെൻ ബൂസ്റ്റ് മൂഡ് ആൻഡ് മെൻ്റൽ ഹെൽത്ത്. ഈ എക്സസൈസ് ചെയ്യുന്ന വഴി നമ്മുടെ മൂഡ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഒന്ന് ഇമ്പ്രൂവ് ആക്കാനും പറ്റും. എൻഹാൻസ് ഫ്ലെക്സിബിലിറ്റി. നമ്മുടെ ബോഡി എപ്പോഴും ഫ്ലെക്സിബിൾ ആൻഡ് ഗുഡ് പോസ്ചറിലായിരിക്കും എപ്പോഴും. ദെൻ സപ്പോർട്ട്സ് ഇമ്മ്യൂൺ ഫങ്ഷൻ. നമ്മുടെ ഡൈജഷൻ അങ്ങനെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറും നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ. ഇൻക്രീസസ് എനർജി ലെവൽസ്. നമ്മൾ ഈ വർക്കൗട്ടൊക്കെ ചെയ്യാതെ വീട്ടിൽ തന്നെ നിന്ന് ജോലി വീട് അങ്ങനെ പോകുന്ന ഒരാളാണ്, അങ്ങനെയാണ് അവരുടെ റൂട്ടീനെങ്കിൽ എനർജി ലെവൽ നല്ല കുറവായിരിക്കും. അപ്പം അതിനെ എക്സസൈസ് ചെയ്യണം. ഇംപ്രൂവ് സ്ലീപ്പ് ക്വാളിറ്റി. നല്ല എക്സസൈസ് നല്ല വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ് അയാളുടെ സ്ലീപ്പ് ക്വാളിറ്റി, അതായത് കറക്റ്റായിട്ട് അയാൾക്ക് സ്ലീപ്പ് ഒരു റൂട്ടീൻ പോലെ കറക്റ്റ് ടൈമിൽ നിൽക്കുക, ഇത്രയും അവേഴ്സ് സ്ലീപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഉറക്കമില്ലായ്മയൊക്കെ നഷ്ടമാവും. ആൻഡ് റെഡ്യൂസ് റിസ്ക് ഓഫ് ക്രോണിക് ഡിസീസസ്. ക്രോണിക് ആയിട്ടുള്ള ഡിസീസസിന് എല്ലാത്തിനും പരിഹാരമാണ് നമ്മൾ സ്ഥിരമായിട്ട് നമ്മളൊരു റൂട്ടീൻ പോലെ വർക്കൗട്ട് ചെയ്യുന്നത്. എൻഹാൻസ് കൊഗ്നിറ്റീവ് ഫങ്ഷൻ. അതായത് നമുക്ക് എക്സസൈസ് ഹാസ് ബീൻ ഷോൺ ടു ഇംപ്രൂവ് മെമ്മറി, കോൺസെൻട്രേഷൻ ആൻഡ് ഓവറോൾ കോഗ്നിറ്റീവ് ഫങ്ഷൻ. അതായത് നമ്മുടെ എക്സസൈസ് ചെയ്യുന്നതുകൂടി നമുക്ക് മെമ്മറി, കോൺസെൻട്രേഷൻ ആൻഡ് ഓവറോൾ കോഗ്നിറ്റീവ് ഫങ്ഷൻ ഇതുപോലെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഇമ്പ്രൂവ് ആവാനായിട്ട്, പ്രശ്നങ്ങൾ മാറി അതൊക്കെ ഇമ്പ്രൂവ് ആവാനായിട്ട് എക്സസൈസസ് സഹായിക്കും. ആൻഡ് ദിസ് സ്റ്റിമുലേറ്റ്സ് ബ്രെയിൻ ആക്ടിവിറ്റി ആൻഡ് പ്രൊമോട്ട്സ് ദ ഗ്രോത്ത് ഓഫ് ന്യൂ ബ്രെയിൻ സെൽസ് വിച്ച് ക്യാൻ സപ്പോർട്ട് മെൻ്റൽ ആക്ടിവിറ്റി ആസ് വി ഏജ്. നമ്മൾ വയസ്സാവുന്നതിനോടൊപ്പം നമ്മുടെ മെൻ്റൽ ഹെൽത്തും ഡൗൺ ആണെന്നാണല്ലോ സ്റ്റഡീസ് പറയാം. പക്ഷേ നമ്മൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി ഇമ്പ്രൂവ് ആകുകയും പുതിയ ബ്രെയിൻ സെൽസ് ഉണ്ടാവുകയും ചെയ്യും. അതെന്തിന് കാരണമാകും? നമ്മുടെ വയസ്സാവും തോറുമുള്ള മെൻ്റൽ ബ്രേക്ക് ഡൗൺസിനൊക്കെ പരിഹാരമാണ് നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ. ഓരോ ടൈപ്പ് എക്സസൈസും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ ടൈപ്പ് എക്സസൈസിനും പറ്റിയിട്ടുള്ള ഓരോ അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പം നമ്മൾ അതനുസരിച്ച് വേണം. നമുക്കിപ്പോൾ നമുക്ക് ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ അതിന് വേണ്ട എക്സസൈസ് നോക്കുക. അതിപ്പോൾ നമ്മൾ ജിമ്മിൽ തന്നെ പോയി ജോയിൻ ചെയ്യണമെന്നില്ല, നമുക്ക് യൂട്യൂബിലും അവൈലബിൾ ആണ് ഈ ടൈപ്പ്. നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ടൈപ്സ് മനസ്സിലായല്ലോ, ആ ടൈപ്പ് എക്സസൈസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അതൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. എന്നിട്ട് നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ പ്രശ്നം അത് എക്സസൈസിലൂടെ വർക്കൗട്ട്സിലൂടെ മാറ്റാം. അപ്പോൾ നമ്മളിവിടെ യോഗയുടെയും ആൻഡ് എക്സസൈസിൻ്റെയൊക്കെ കമ്പോണൻസ്, ടൈപ്സ്, അഡ്വാൻറ്റേജസ് എല്ലാം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണ് യോഗ, എന്താണ് എക്സസൈസ്, ഡിഫറൻസ് ആണ്. ഇപ്പോൾ ഏകദേശം യോഗ എന്താണെന്നും അഡ്വാൻറ്റേജസ് എന്താണെന്നും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡിഫറൻഷിയേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമുക്കൊരിക്കലും ഇതിൽ ഏതാണ് ബെറ്റർ, ഏതാണ് നല്ലത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓരോന്നിനും ഏകദേശം നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും ഒക്കെ രണ്ടും നല്ലതാണ്. ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾ വീട്ടിൽ ചെയ്യാം. ഇത് രാവിലെ യോഗ, വൈകിട്ട് എക്സസൈസ് ഓർ വർക്കൗട്ട് ചെയ്യുന്നവരുണ്ട്. അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അത്രയ്ക്കും ബെറ്റർ ആയിരിക്കും. നിങ്ങൾ എല്ലാവരും ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങളുടെ റൂട്ടീനിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അവരവരുടെ ആവശ്യം അനുസരിച്ച് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് ചെയ്യുന്നതോടുകൂടി അതനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേതെങ്കിലും സെലക്ട് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഓരോരുത്തർക്കും പറ്റുന്ന പോലെ. ചിലർക്ക് ഓടാനും ചാടാനൊന്നും പറ്റില്ലെങ്കിൽ യോഗാസനം തന്നെ ചെയ്യാം.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവരും വീട്ടിൽ എക്സസൈസ് ഓർ യോഗ ചെയ്ത് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ആക്കുക. താങ്ക്സ് ഫോർ